another day, another vlog. സാറ്റർഡേ മോർണിംഗ് ആണ്. ഇന്ന് കൊട്ടിയൂർ ടെമ്പിളിൽ പോകാൻ വേണ്ടിയിട്ടായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ എണീക്കാൻ അത്യാവശ്യം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഒരു 10:30 ഒക്കെ ആയപ്പോഴാണ് എണീറ്റ് നല്ല അപ്പവും നല്ല വറുത്തരച്ച ചിക്കൻ കറിയൊക്കെ കഴിച്ച് ഞാൻ റെഡി ആയപ്പോഴത്തേക്കും ജോജോ പറഞ്ഞു, ഇന്ന് കൊട്ടിയൂർ പോകണ്ട, നാളെ പോകാം, ഇന്ന് അമ്മേനെ കൊണ്ട് വെളിയിൽ പോകാമെന്ന് പറഞ്ഞു. വേറെ ഒന്നുമല്ല, അമ്മയുടെ ബർത്ത്ഡേ ആണ് മൺഡേ. അപ്പോൾ അമ്മയ്ക്ക് കുറച്ച് ഗിഫ്റ്റ്സൊക്കെ വാങ്ങിക്കാമെന്ന് വെച്ചിട്ട് അമ്മയോട് പറഞ്ഞിട്ടില്ല അമ്മയ്ക്ക് സാധനം വാങ്ങാൻ വേണ്ടിയിട്ടാണ് പോകുന്നതെന്ന്. അമ്മ റെഡി ആവുന്നതിന് മുമ്പായിട്ട് നമ്മൾ ജോജോക്ക് ഒന്ന് ഹെയർ കട്ട് ചെയ്യാനൊക്കെ ഒന്ന് പോയി. അത് കഴിഞ്ഞിട്ട് വണ്ടിക്ക് പൊല്യൂഷൻ പേപ്പർ എടുക്കണമായിരുന്നു. ആ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ തിരിച്ച് വീട്ടിൽ വന്ന് അമ്മനെ പിക്ക് ചെയ്ത് പോകാനായിരുന്നു പ്ലാൻ. വരുന്ന വഴി കാളി ഷാപ്പ് കണ്ടു. അമ്മ നടത്തുന്ന ഷാപ്പാണ്. വേറെ 2-3 ഉണ്ട്. അതെവിടെയാണ് അത് ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ ഞാൻ നേരത്തെ കയറിയിട്ടുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇന്ന് കയറാൻ ടൈമില്ലായിരുന്നു, അതുകൊണ്ട് നേരെ വീട്ടിൽ പോയി ലഞ്ച് കഴിച്ചു. അമ്മേനെ പിക്ക് ചെയ്തിട്ട് നമ്മൾ കണ്ണൂർക്ക് പോവാം. കണ്ണൂർ പെറ്റ് സ്റ്റേഷനിലേക്ക് പോകാനാണ് പ്ലാൻ. നല്ല ദൂരം ഉണ്ടായിരുന്നു. ജോജോ അത്ര എക്സ്പെക്റ്റ് ചെയ്തില്ല. കുറേ ടൈം എടുത്തു നമ്മൾ ട്രാവൽ ചെയ്ത് അവിടെ എത്താൻ വേണ്ടിയിട്ട്. എൻ്റെ ക്യാമറ കണ്ടപാട് അമ്മ അയ്യോ എന്ന് പറഞ്ഞിട്ട് ചമ്മി പോയി. എനിക്ക് കണ്ണൂർ ആദ്യം കണ്ടപ്പം ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ ഇപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ലൈക്ക് ഒരു പ്രത്യേകത സ്നേഹം ആ സ്ഥലത്തോട് വരാൻ തുടങ്ങി. എന്തോ എല്ലാം കൊണ്ടും എനിക്കിപ്പം തലശ്ശേരി ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മൾ പെറ്റ് സ്റ്റേഷൻ എത്താനായി. ബീച്ചിൻ്റെ സൈഡിലായിരുന്നു, അതുകൊണ്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം എനിക്ക് ബീച്ചിൽ ഇറങ്ങിയിട്ട് കുറേ നാളായി ഞാൻ എപ്പോഴും ബീച്ചിൽ പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. പക്ഷേ ബാംഗ്ലൂരേക്ക് മൂവ് ആയതിനു ശേഷം നല്ല കുറേ കാലത്തിന് ശേഷം 1 ഇയറിൽ ഒരു വട്ടമൊക്കെ ആയിരിക്കും ഞാൻ ബീച്ചിൽ പോയിട്ടുണ്ടാവുക. അങ്ങനെ അവിടെ എത്തിയിട്ട് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോയി. ഇവിടെ വന്നാൽ മെയിനായിട്ട് കഴിക്കുന്നൊരു സാധനമാണ് കല്ലുമ്മക്കായ. ജോജോക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അതിൻ്റെ വലിയ ഫാനല്ല. ഞാൻ പഴംപൊരി കഴിച്ചു, ഒരു ചെറിയ കല്ലുമ്മക്കായും കഴിച്ചു. പെറ്റ് സ്റ്റേഷനിലേക്ക് കയറി. ഒരാൾക്ക് 150 രൂപയാണ് ഇവിടെ കയറാൻ വേണ്ടിയിട്ട്. അതിലവർ മീനിൻ്റെ ഫുഡ് തരും, പിന്നെ ഏതെങ്കിലും ഒരു ജീവിയുടെയോ കൂടെ നിന്നിട്ട് ഫോട്ടോ എടുക്കാനുള്ളൊരു ടിക്കറ്റും കാണും. ഇവിടെ മുതൽ അങ്ങോട്ട് എനിക്കിഷ്ടപ്പെട്ട കുറച്ച് ക്ലിപ്സ് മാത്രമാണ് ഞാൻ പെറ്റ് സ്റ്റേഷനിൽ നിന്ന് ആഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് കാണുന്നത് ഇഷ്ടമാണെങ്കിൽ കാണാം, അല്ലെങ്കിൽ വീഡിയോയുടെ അവസാന ഭാഗത്തേക്ക് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. എനിക്ക് നാളെയും കണ്ടിരിക്കണം. ഏതായാലും ഈ വീഡിയോസൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്യും. അപ്പോൾ യൂട്യൂബിലുണ്ടെങ്കിൽ എനിക്ക് തന്നെ എടുത്ത് കാണാമല്ലോ എന്ന് വെച്ചിട്ട് എനിക്കിഷ്ടപ്പെട്ട കുറച്ച് ജീവികളെയും കുറച്ച് വീഡിയോസൊക്കെ മാത്രമാണ് ഞാൻ ഇതിൽ ആഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ എനിക്കിഷ്ടമാണെങ്കിൽ കാണാം. ഇതിനിടയിൽ ഞാൻ ഇടയ്ക്കൊക്കെ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് പറയുന്നുണ്ട്. അത് കാണാൻ താല്പര്യമില്ലെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുള്ള വീഡിയോസ് കാണാം. ഓക്കെ, നമുക്കിതൊക്കെ കണ്ടിരിക്കാൻ നല്ല രസമാണെങ്കിൽ ഇതിനുള്ളിലിരിക്കുന്നവരുടെ കാര്യം നമുക്കറിയില്ലല്ലോ. എനിക്ക് ആ മുമ്പേ കണ്ട കിളികൾ വരച്ചു വെച്ചേക്കുന്ന പോലെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് കുട്ടി പശുവും കുട്ടി കഴുതയും കുതിരയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒട്ടകപ്പക്ഷി, എമു ആണെന്ന് തോന്നുന്നു. പിന്നെ ഈ ആട്ടിൻകുട്ടിക്കാണെങ്കിൽ എല്ലാവരും പെറ്റ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അവൻ തല വെളിയിലിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ പാമ്പിനൊക്കെ ആൾക്കാർ തൊടുന്ന കാണുമ്പോൾ എനിക്ക് എന്തോ പോലെ ആവുന്നു. ഈ കുട്ടി ഭയങ്കര കരച്ചിലായിരുന്നു എടുത്ത് വെച്ച സമയത്ത്. പിന്നെ ജോജോ പാമ്പിനെ തന്നെ തലയിലിടും പറഞ്ഞിട്ട് എടുത്തിട്ടു. മുഖം കണ്ടാൽ പേടിയൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ലെങ്കിലും നല്ല പേടിച്ചിട്ടാണ് നിൽക്കുന്നത്. മതി എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവർ കയ്യിലൊക്കെ വെച്ച് കൊടുത്തു. ഞാൻ ഈ തത്തയാണ് എടുത്തത്. പക്ഷെ നല്ല ഭാരം ഉണ്ടായിരുന്നു. അമ്മ അതിനെ തന്നെ എടുത്തത്. പിന്നെ കുറേ പട്ടികളും പൂച്ചകളും എലികളും, ഇതിൻ്റെ പേരെന്താന്ന് ഞാൻ മറന്നുപോയി. പക്ഷെ ഇവൻ ഭയങ്കര ക്യൂട്ടാണ്. അതിനാണ് ഞാൻ ഇവൻ്റെ വീഡിയോ ഒക്കെ ആഡ് ചെയ്തേക്കുന്നത്. അതിൻ്റെ ഇപ്പുറത്തും ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു സാധനം ഉണ്ടായിരുന്നു. ഈ ഷിറ്റ്സിനെ വെറുതെ ഒരു ടേബിളിൽ നിർത്തിയേക്കും, അതെങ്ങും പോകുന്നില്ല. ആൾക്കാർ വരുന്നവരെയൊക്കെ ഇങ്ങനെ ഗ്രീറ്റ് ചെയ്ത് അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും പേടിയുള്ള സാധനങ്ങൾ വരുന്നുണ്ട്, പാമ്പുകളൊക്കെ. ഇനി വരുന്ന ക്ലിപ്പിൽ ഭയങ്കര അടിപൊളിയാണ്. ഇത് മീനിന് നമ്മൾ കൈയിട്ട് തീറ്റ കൊടുക്കുന്നതാണ്. ഫസ്റ്റ് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു, പിന്നെ എനിക്കത് ഇഷ്ടമായി കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ഇതുവരെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്തൊരു കാര്യമാണ്. അവിടെ കുറച്ചേറെ ടൈം നിന്നു നമ്മൾ. ആക്ച്വലി ഇത്രയും ചെറിയ സ്ഥലത്ത് അവർ ഇത്രയും വലിയ സെറ്റപ്പ് എങ്ങനെയാണ് ചെയ്ത് വെച്ചേക്കുന്നതെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. അത്യാവശ്യം എല്ലാ ജീവികളും ഉണ്ട്. ഇവിടെ ഒരാൾ നിന്ന് എക്സസൈസൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു.
കുറേ മീനുകളാണ് കൂടുതൽ, പലതരത്തിലുള്ള മീനുകളാണ് അവിടെ. എനിക്കൊന്ന് മീനാണ് അവിടുത്തെ മെയിൻ ഹൈലൈറ്റ്. കുട്ടികളെയും കൊണ്ടൊക്കെ പോയാൽ അവർക്ക് ഭയങ്കര ടൈം പാസ്സായിരിക്കും. 150 റുപ്പീസ് എല്ലാം ഉള്ളൂ. പിന്നെ ഓൾമോസ്റ്റ് എല്ലാ പെറ്റ്സും അവിടെ ഉണ്ട്. പാമ്പൊക്കെ പെറ്റ്സാന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, എന്നാലും എല്ലാവരും വളർത്തുന്നില്ല. ഇപ്പം കുറേ ആൾക്കാരൊക്കെ വളർത്തുന്നത് കേൾക്കുന്നുണ്ട്. എൻ്റെ ബാംഗ്ലൂർ ഉണ്ടായിരുന്ന ഒരു കൊളീഗ് ഉണ്ട്, അവിടെ ഒരു പൈതണ്ണ വാങ്ങിച്ചിട്ട് വളർത്തുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, മീനുകളാണ് ഇവിടെ മെയിൻ ഹൈലൈറ്റ്. എനിക്ക് ഈ വീഡിയോസൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞത് നാളെ എനിക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ബോറിംഗ് ആയിരിക്കും, സോ സ്കിപ്പ് ചെയ്യാം. എലികൾ ഇത്രയും ക്യൂട്ടാന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. പക്ഷേ എന്നാലും എനിക്ക് അവരെ തൊടാൻ പറ്റില്ല, എൻ്റെ മനസ്സ് അനുവദിക്കില്ല. കുറേ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായി കിടപ്പുണ്ടായിരുന്നു, പല കളറിലുള്ള എലികൾ, കാണാൻ ഭയങ്കര ക്യൂട്ടായിരുന്നു. പിന്നെ എവിടെയോ ഈ വീഡിയോയിലുണ്ടെന്ന് തോന്നുന്നു, ഒരുത്തൻ കുഴിച്ച് വെളിയിലിറങ്ങാൻ നോക്കുന്നുണ്ടായിരുന്നു. ഭാവം വെളിയിൽ പോകാനുള്ള ആഗ്രഹം കൊണ്ടായിരിക്കും. അതേ ഇവിടെ കണ്ടില്ലേ, എന്തിനാണെന്നറിയില്ല, കഷ്ടം. വേറെ ചിലരൊക്കെ നല്ല ഉറക്കമാണ്, നല്ല കഴിപ്പാണ്. ഇവൻ്റെ മുഖം പോലും മനസ്സിലാവുന്നുണ്ടായില്ല. ഇവർക്ക് നല്ല സുഖം ഉറക്കുക, ആൾക്കാരെല്ലാം നോക്കി നിൽക്കാൻ. ഈ വീഡിയോ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അമ്മയും മീനും, ഈ മീനൊക്കെ എൻ്റെ വീട്ടിലുണ്ടായിരുന്ന ടൈപ്പ് മീനാട്ടോ. ഐ തിങ്ക് ഇതുങ്ങളെ റെപ്റ്റൈൽസ് എന്നാണ് വിളിക്കുന്നത്. എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഭയങ്കര പേടിയാണ്. കാണുന്നതന്നെ എന്തോ പോലെ, അവരുടെ സ്കിൻ കാണുമ്പോൾ എനിക്കിങ്ങനെ ദേഹത്ത് ഗൂസ് ബംസ് വരും. എനിക്കിഷ്ടമല്ല അങ്ങനത്തെ സ്കിന്ന്. പിന്നെ ഇവൻ ഭയങ്കര ക്യൂട്ടായിരുന്നു കേട്ടോ. അതിൻ്റെ നോട്ടം ഒരുപ്പൊക്കെ കണ്ടില്ല. അതിൻ്റെ ഇപ്പുറത്തും ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരുത്തനുണ്ട്. ജോജോ എന്തോ സൗണ്ട് ഉണ്ടാക്കി, അപ്പോൾ അവൻ ഇങ്ങനെ ചുറ്റും നോക്കുക, എവിടെ നിന്ന് ഈ സൗണ്ട് വരുന്നതെന്ന് അവന് മനസ്സിലാവുന്നില്ല. ഫ്രണ്ടിൽ നിൽക്കുന്ന ആളാ സൗണ്ട് ഉണ്ടാക്കുന്നതെന്ന് എല്ലായിടത്തും നോക്കുന്നുണ്ടായിരുന്നു. ഇവരൊക്കെ ശരിക്കും വെളിയിലത്തെ എൻവയോൺമെൻറ്റിൽ രക്ഷപ്പെടുന്നവരാണോ? ഈ അലങ്കാര മത്സ്യങ്ങൾ രക്ഷപ്പെടില്ല എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ അടച്ചിട്ടിരിക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. കാണാൻ നമുക്ക് നല്ല രസമാണ്, വീഡിയോ ഒക്കെ എടുക്കാൻ നല്ല രസമാണ്. പക്ഷേ അവരെ അടച്ചിട്ടേക്കുന്നത് ഇച്ചിരി സങ്കടം വരുന്ന കാര്യമാണ്. എന്തായാലും ഇത് വരുന്നത് മാട്ടൂൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പിന്നെ അവിടുന്ന് നേരെ ബീച്ചിലേക്ക് ഇറങ്ങി. അമ്മ വന്നിട്ടില്ലായിരുന്നു, അമ്മയ്ക്ക് ബീച്ചിൽ ഇറങ്ങേണ്ട പറഞ്ഞിട്ട് അമ്മ അവിടെ ചായയൊക്കെ കുടിച്ചിരുന്നു. ഞാൻ കുറച്ച് നേരം ബീച്ചിൽ കളിച്ചു. എനിക്കെന്തോ പണ്ട് മുതലേ ബീച്ചിൽ പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എന്തോ ഒരു സറണ്ടർ ചെയ്യുന്ന ഫീലാണ് യൂണിവേഴ്സിറ്റിയുടെ മുമ്പിൽ. ഇത്രയും വലിയ കടലിൻ്റെ മുമ്പിൽ ഞാൻ ഇച്ചിരിയുള്ളൊരു സാധനം ഒന്നുമല്ല എന്നൊരു ഫീലിംഗ്. അപ്പോൾ നേരത്തൊക്കെ എപ്പോഴും പോകുമായിരുന്നു. ബാംഗ്ലൂരേക്ക് പോയതിന് ശേഷം എനിക്ക് തോന്നുന്നു 3 ഇയേഴ്സിൽ ഞാൻ 2 വട്ടം എന്തോ കടൽ കണ്ടിട്ടുള്ളൂ. അങ്ങനെ കുറച്ച് നേരം കടലിൽ ടൈം സ്പെൻഡ് ചെയ്തു. തിരിച്ച് വരുന്ന വഴി സ്റ്റുഡിയോയിൽ കയറി. അമ്മ അറിയില്ല അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് കയറുന്നതെന്ന്. പക്ഷേ അമ്മയ്ക്ക് വേണ്ടി സാധനം വാങ്ങിച്ചു. അതിൻ്റെ അടുത്ത് ഞാൻ ഈ ഡ്രസ്സങ്ങ് എടുത്തു. എവിടെ പോയാലും എനിക്ക് എന്തെങ്കിലുമൊക്കെ ഇഷ്ടപ്പെടും. പിന്നെ കുറച്ച് ബിസ്ക്കറ്റൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ സീ യു സൂൺ ആസ് ഓൾവേസ്.